നിന്നെ കാണണമെങ്കിൽ ഇപ്പോ കള്ള് ഷാപ്പിൽ വരണമെന്നുള്ളതായ ജോയി. കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മള് ചിലപ്പോ നരകത്തിൽ കയറി ഇറങ്ങേണ്ടി വരുകളെപ്പാ. സഹായിക്കേണ്ടവര് വരെ വക്കീൽ നോട്ടീസ് അയക്കണ കാലാണ്. നീ ഇന്നലെ RIP-ക്കാരായിട്ട് പ്രശ്നം ഉണ്ടാക്കിയ എന്തുട്ട് പ്രോബ്ലം? അതിപ്പോ മാറ്റർ കോർട്ടിലല്ലേ. അണികളൊക്കെ ഇളകിയിരിക്ക. ഒരു പാർട്ടി അനുഭവം ആയതുകൊണ്ട് എന്നെ വിളിച്ച് എന്താ വേണ്ടെന്ന് ചോദിച്ചു. പാർട്ടിക്കെതിരെ കേസ് കൊടുക്കാൻ നിനക്ക് എന്താ വട്ടുണ്ടോ ജോയി? എനിക്കെതിരെ എളപ്പന് കേസ് കൊടുക്കാം, പാർട്ടിക്കെതിരെ എനിക്ക് കേസ് കൊടുത്തൂടെ? എന്തുട്ട് വ്യവസ്ഥ ഗ്രീനോ? നീ ഒറ്റ ഒരുത്തനാ ഇവനെ കൊണ്ടുവന്ന് നശിപ്പിക്കണേ. കേട്ടില്ലേ നീ? അഭിമാനിക്കേ. ഞാനിപ്പോ എന്തുട്ട് വേണമെന്നാ നിങ്ങളുടെ പാർട്ടിക്കാര് പറയണേ? നീ പാർട്ടിക്ക് വിധേയനാവണം. നിന്നെ കൊണ്ടു ചെല്ലാന്ന് ഞാൻ കേസിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. കോംപ്രമൈസ് ടോക്കിനോടാ ഞാൻ പറഞ്ഞില്ലേ? കൊട്ടയ്ക്ക് പിടിച്ചു കേട്ടോ. എന്റെ ഇളയപ്പോ ഞാനും പാർട്ടിയും തമ്മിൽ എന്തുട്ടാ പ്രോബ്ലം? ഞാൻ വരാം. ഇവിടെ ആനപ്പാപ്പന അയ്യപ്പട്ടം വരെ ഒരു ടേബിളിന്റെ അപ്പുറത്തപ്പുറത്തിരുന്ന് പ്രോബ്ലംസ് സോൾവ് ഔട്ട് ചെയ്യണ കാല. ഞാൻ വരാം. ഡോണ്ട് വറി, I'll be there. പാർട്ടിയുടെ ഒഫീഷ്യൽ ഡ്രിങ്ക് ഇപ്പൊ ഫ്രൂട്ടിയാണ് ഇളപ്പാ. പഞ്ചസാരക്ക് ഇപ്പൊ എന്താ വില അല്ലേ? ബൈ ഇലക്ഷന് KC ആണ് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന കാൻഡിഡേറ്റ് പാർട്ടി നേതൃത്വത്തെ അറിയിക്കണ്ടേ? ഒരു തീരുമാനം എടുക്കാനേ ഇപ്പൊ തന്നെ നമ്മൾ വൈകി. അവിടെ KFC-കാര് പ്രചരണം വരെ തുടങ്ങി. നേതാവേ, വേറെ ആര് വന്നാലും ജയിക്കാൻ ചാൻസ് ഇല്ല കേട്ടാ. ഒരൊറ്റ സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാ കോർപ്പറേഷൻ നമ്മുടെ കയ്യിൽ നിൽക്കണേ. അതിന് ഞാൻ റെഡിയാണ് പറഞ്ഞു. തീരുമാനം ടോപ്പ് എന്നല്ലേ പാർട്ടി പറയട്ടെ. ഇവിടുന്ന് പുഷ് ചെയ്യാനുള്ളത് നമ്മൾ അങ്ങോട്ട് പുഷ് ചെയ്യാ, അത്രേ ഉള്ളൂ. അപ്പൊ പാർട്ടിയില് മറിച്ച് ഒരു അഭിപ്രായം ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മുടെ KC-യെ ബൈ ഇലക്ഷനില് സ്ഥാനാർത്ഥിയായിട്ട് നാമനിർദ്ദേശം ചെയ്യാനും അത് കേന്ദ്രത്തെ അറിയിക്കാനുള്ള തീരുമാനം ഈ യോഗം കൈയടിച്ച് പാസ്സാക്കുക. അതെ. അപ്പൊ കമ്മിറ്റിയിലെ അടുത്ത അജണ്ട എന്ന് പറയണത് പാർട്ടിക്കെതിരെ അറിവില്ലായ്മ കൊണ്ട് കേസ് കൊടുത്ത ശ്രീ ജോയ് താക്കോൽക്കാരന്റെ മാപ്പ് പറച്ചിലാണ്. അപ്പൊ അതിനായിട്ട് ജോയിയെ വേദിയിലേക്ക് ക്ഷണിക്കാണ്. കേസ് നാളെ തന്നെ പിൻവലിക്കണം. മാപ്പ് തരണോ വേണ്ടെന്ന് കമ്മിറ്റി തീരുമാനിക്കും. മാപ്പ് ഞാൻ പാർട്ടിയോട് എത്ര വെച്ചാൽ പറയട്ടാ. പക്ഷേ എനിക്ക് തരാനുള്ള കോമ്പൻസേഷൻ എങ്ങനെയാ എപ്പോഴാന്നറിഞ്ഞ ഉപകാരമായി. ഇത് കിട്ടിയിട്ട് കൊടുത്തു തീർക്കാൻ ഒരുപാട് കെട്ടിമാറാപ്പുകളുണ്ടായി. കോമ്പൻസേഷൻ നീ ജീവിച്ചിരിക്കുന്നതന്നെയാണ് ഏറ്റവും വലിയ കോമ്പൻസേഷൻ. മര്യാദയ്ക്ക് മാപ്പ് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോടാ. എന്നാ പിന്നെ എന്തുകൊണ്ടാ മാപ്പ് പറയണേ? പാർട്ടിയെ ധിക്കരിച്ചേന്, പാർട്ടിക്കെതിരെ കേസ് കൊടുത്തേന്. ഇത് മാപ്പ് പറയേണ്ട അത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നല്ലേട്ടാ. നേതാവ് KC-യെ മോൻ ജോണി അമേരിക്കയിലല്ലേ പഠിക്കണേ? ഇതെവിടെ നിന്ന് ഇതിന് മാത്രമുള്ള പൈസയൊക്കെ ഇതിന്ന് കൈയിട്ട് വരണല്ലേ? അതിന്നൊരു പോർഷൻ നമുക്കൊന്ന് സെറ്റിൽ ചെയ്തൂടെ? ഇതിന്റെ പിന്നിലേ വലിയ സമൂഹ നന്മ ഞാനും കാണാനില്ലേട്ടാ. ഇറങ്ങി പോടാ അവിടുന്ന്. പേടിപ്പിക്കല്ലേ നേതാക്കന്മാരെ, പേടിച്ചു പോകൂട്ടാ. അതേ മുമ്പിലേക്ക് ഒന്നും ചിന്തിക്കാനില്ലേട്ടാ. മുകളിലെ ആകാശം താഴെ ഭൂമിയായിട്ടാ ഞാൻ നടക്കണേ. ഇപ്പോഴാട്ടാ ടെററിസ്റ്റുകള് എങ്ങനെ ജനിക്കണമെന്ന് എനിക്ക് മനസ്സിലായേ. സ്ട്രഗിളാണ്. യു ഡു വാട്ട് യു ക്യാൻ, ഐ വിൽ സീ വാട്ട് ഐ ക്യാൻ ഡു. കാണാട്ടാ ഇളപ്പൻ ഉറങ്ങിയ. സോറി ട്ടോ KC, ഇവനും ഞാനായിട്ട് ഇനി ഒരു ബന്ധവുമില്ല. പാർട്ടിക്ക് എന്തു വേണേലും ചെയ്യാം. അവന്റെ നാവ് അങ്ങോട്ട് വെട്ടിയാലോ KC? എന്തിന്? അവൻ വെറും ശിശു. തല്ലിയ അവൻ വെറുതെ അങ്ങ് വളരും. അവനുള്ള പണി കോടതിയിൽ വക്കീല് കൊടുത്തോളും. എന്നാ ശരി. ഈ ആനപ്പിണ്ടം കൊണ്ട് ഒരു മനുഷ്യന് ഇത്രയും പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഇപ്പോഴാദ്യമായിട്ട് കേൾക്കണേ. സത്യമാണോ അയ്യപ്പേട്ടൻ? നമ്മുടെ ഭാര്യ വർക്ക് ചെയ്യണ ഓഫീസിൽ വരെ വിളിച്ചിട്ട് അവറ്റോളം അംഗം വിട്ടു തുടങ്ങി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇഷ്ടാ സത്യത്തിലൊന്ന് കപ്പ മീറ്റിംഗ് കഴിഞ്ഞ് കണ്ടപ്പോ പെട്ടെന്ന് എനിക്ക് ആളെ മനസ്സിലായില്ല കേട്ടോ. സത്യമായിട്ടത് എനിക്കത് മനസ്സിലായി. അയ്യപ്പേട്ടൻ അന്ന് നല്ല ഫിറ്റായിരുന്നു. പോടാ അവിടുന്ന്. അതുകൊണ്ടാണ് ഞാൻ നിന്റെ മുമ്പിൽ ഇപ്പം ഇങ്ങനെ ഇരിക്കാൻ കാരണം. എടാ, രക്തബന്ധത്തേക്കാൾ വലിയ ബന്ധമാണ് കുപ്പിബന്ധം, അറിയോ? അതായിരുന്നു എൻ്റെ അപ്പാപ്പനുമായിട്ട് എനിക്കുള്ള ബന്ധം. കുപ്പിബന്ധം 20-ആം വയസ്സിലൊരു ചാരായ കുപ്പിമ തുടങ്ങിയ ബന്ധമാണ്. പിന്നെ നിന്റെ അപ്പം പണക്കാരനായി കാശുകാരനായി കഴിഞ്ഞപ്പോൾ കോച്ചുപ്പി വരെ ആയി. അപ്പോൾ നിന്റെ അപ്പാപ്പൻ എന്നെ മറന്നില്ല കേട്ടാ. അതാണ്ടാ മനുഷ്യർ തമ്മിലുള്ള ഈ കുപ്പിബന്ധത്തിന്റെ ശക്തി. അതേ പറഞ്ഞു സാധനം. അയ്യോ, നീ അങ്ങേരുടെ പേരക്കുട്ടി തന്നിന് കട്ടൻ ചായ
തൽക്കാലം ബന്ധം പുതുക്കാൻ വേറെ വകുപ്പൊന്നുമില്ല. സിറ്റുവേഷൻ ഭയങ്കര ട്രാജഡിയാ. അതൊന്നും സാരില്ലടാ. തന്നെ മധുരം ഇട്ടൂരാ. ഡെയിലി എത്ര കിലോ ആനപ്പിണ്ടം വേണം നിനക്ക്? എത്ര കിട്ടിയാലും കുഴപ്പമില്ല ഇപ്പേട്ടാ. അയ്യപ്പേട്ടൻ, ഓ, ഭാഗ്യത്തിന് ഹർത്താലുകാർ നമ്മുടെ മെഷീൻസ് ഒന്നും പൊളിച്ചില്ലേ. സാധനം കിട്ടുക പഴയ രീതിയിലേ ചെറിയ സ്കെയിലിൽ പ്രൊഡക്ഷൻ തുടങ്ങായിരുന്നു. ഇവിടെയുള്ള പാപ്പാമാര് മുഴുവൻ എൻ്റെ പിള്ളേരിൽ നിന്ന് ആനപ്പിണ്ടം ഇവിടെ എങ്ങനെ എത്തിക്കും എന്നുള്ളതാണ് പ്രശ്നം. അല്ല, നമുക്ക് ആനോളെ ഡെയിലി ഇവിടെ കൊണ്ടുവന്ന് പിന്തുടിച്ചാലോ? ദുഡേ, ഏയ്, അത് നല്ലൊരു പോയിന്റ് ആണല്ലോ അയ്യപ്പേട്ടൻ. ആനോട് ഇതിലെ പാസ് ചെയ്യുമ്പോൾ ഇവിടെ കൊണ്ട് കെട്ടിയാ പോരെ, പിണ്ടം വരില്ലേ? ഏയ്, ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ. അല്ലെങ്കിൽ സെയിം അറേഞ്ച്മെന്റ് നമ്മുടെ ഫ്ലാറ്റിലും ചെയ്യാം. എന്നാലും അങ്ങനെയൊക്കെ എന്നും ഒത്തു കിട്ടുമോ എൻ്റെ ജോയിയെ? പ്രാക്ടിക്കൽ അല്ലടാ. ഏയ്, എന്നാ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വഴി അയ്യപ്പേട്ടൻ തന്നെ പറഞ്ഞോളോ. ആ, ഒരു വണ്ടി വിളിച്ചിട്ട് ഡെയിലി തൃശ്ശൂർ പാലക്കാട് ഏരിയ പോയി സാധനം കളക്ട് ചെയ്യാൻ പറ്റുമോ നിനക്ക്? പറ്റൂച്ച, എത്ര ഉണ്ടെന്ന് വേണമെങ്കിൽ ഞാൻ കൊണ്ട് തരാന്ന്. ഓ, ഒരു വണ്ടി വിളിച്ചതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല ഇപ്പേട്ടാ. അയ്യപ്പേട്ടൻ, ഓ, വണ്ടി ഡെയിലി വാടകയ്ക്ക് വിളിക്കാന്ന് പറഞ്ഞാൽ അത് മുതലിക്കില്ല. പിന്നെ അയ്യപ്പേട്ടൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് നോക്കാട്ടാ. നോക്കിക്കോളോ. ജോണേന്റെ പേരക്കുട്ടിയുടെ കൂടെ ഞാൻ ഉണ്ടെന്ന്. അത് വലിയൊരു സഹായമാവും അയ്യപ്പേട്ടൻ. അപ്പാപ്പനായിട്ട് കുപ്പി ബന്ധാച്ചാ നമ്മള് തമ്മിലൊരു പിണ്ടബന്ധായി. തീർച്ചയായിട്ടും. ഇതെപ്പ എത്തി? ഡേ, നിന്റെ സാലറിയുടെ പുറത്ത് ഒരു വെഹിക്കിൾ ലോൺ സംഘടിപ്പിക്കാൻ പറ്റുമോ? എന്നാത്തിനാ BMW എടുക്കാനാ? കാര്യമായിട്ടടി ഒരു മിനി ലോറി മേടിക്കാനാ. അത് മേടിച്ചു വെച്ചാൽ നമ്മുടെ ഫാക്ടറിയിലെ പ്രൊഡക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യായിരുന്നു. എന്നാത്തിനായി വിഷമിക്കുന്നേ? ജോയ് നോക്കിക്കോ, ബൈ ദിസ് മന്ത് എൻ കാര്യങ്ങളൊക്കെ നേരെയാവുന്നേ. രാവുന്ന അനു, ചായ വേണോ? ലോറി, ഒരു മിനി ലോറി കിട്ടാൻ എന്തടി ഒരു മാർഗം? കക്കാൻ പോയാലോ? പട്ടാളം റോട്ടില് രാത്രിയാകുമ്പോ കുറെ നിർത്തിണ്ടാവും. നിന്റെ അപ്പനതായിരുന്ന പണി? പോടി തണ്ടി. ഇതെവിടെ നിന്നൊരു കത്ത്? പുറത്തുനിന്നാണല്ലോ. സൗത്ത് ആഫ്രിക്ക. എടി, ഇത് അപ്പാപ്പന്റെ കത്താട്ടാ. ഗ്രേസ് ചേച്ചി ഇനി വേൾഡ് ടൂർ കഴിഞ്ഞിട്ട് ചന്ദ്രനിലേക്ക് വല്ല പര്യടനം പ്ലാൻ ചെയ്യുന്നുണ്ടോ? നീ ഒന്ന് പിടിച്ചടി. എന്താ ഇനി അടുത്ത കുരിശ്? ഡേയ്, ചുള്ളന്റെ ഫോട്ടോ നോക്കിയേ. എന്നിട്ടത് കുറെ ഉണ്ടല്ലോ. ആ, മോനെ ജോയിക്കുട്ടാ, നിനക്ക് സുഖം തന്നെയല്ലേ അവിടെ? ഭയങ്കര സുഖാണ് പാപ്പ. ആ ജാതി പണിയും തന്നിട്ടല്ലേ പോയെ? ഇവിടെ എനിക്ക് പരമസുഖമാണ് മോനെ. ജീവിതത്തിലെ സുഖങ്ങൾ എന്താണെന്ന് അറിയുന്നത് ഇപ്പോഴാണ്. പ്ലാൻ ചെയ്ത പോലെ ഇക്കൊല്ലം ക്രിസ്മസിന് ഞങ്ങൾ യൂറോപ്പ് ടൂർ പോകുന്നു. പാരീസിൽ ഗ്രേസിയുടെ അനിയനുണ്ടല്ലോ, പോണ വഴിക്ക് പറ്റിയ അവിടെ ഒന്ന് കയറും. മൂർക്കാങ്കടല് കയറണമെന്ന് പറയണ പോലെ പറയണേ. ഇനി തൃശ്ശൂർക്കൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല കുഞ്ഞെ, അതും നിശ്ചയിച്ചു. ഇവിടത്തെ സിമിത്തേരിയില് എനിക്കും ഗ്രേസിക്കും കൂടി ഒരു VIP കല്ലറ ബുക്ക് ചെയ്തു. ഡേയ്, VIP കല്ലറ ബുക്ക് ചെയ്തു? നിങ്ങൾക്കും വേണം, വായിക്ക്. അങ്ങനെയുള്ള എല്ലാ ചെലവുകളും കഴിച്ച് ബാക്കിയുള്ള തുകയുടെ ഒരു ചെക്ക് ഇതിനോടൊപ്പം നിനക്ക് അയക്കുന്നു. ഇത് നിനക്കുള്ളതാണ്. ചെക്ക എവിടെ? ഇവിടെ ഒട്ടിരിക്കുക. ഇങ്ങോട്ട് വന്നേ. 4,50,000. അയ്യോ പാപ്പ, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണെന്ന് നിനക്കറിയാമല്ലോ കുഞ്ഞെ. നീ വലിയൊരു ബിസിനസ്സുകാരനായി താക്കോൽക്കാരന്മാരുടെ പേരിൽ ലോകം മുഴുവൻ അറിയിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് കുഞ്ഞെ. ഓൾ ദ ബെസ്റ്റ്. സ്നേഹത്തോടെ അപ്പാപ്പൻ. എന്താ പാപ്പ? അറിയിക്കോ പാപ്പ, എന്തായാലും ഞാൻ അറിയിക്കും. ഹെൽപ്പ് വരുന്ന വഴി കണ്ടടി. നീ കണ്ടോ, പുണ്യാളം നമ്മളങ്ങനെ കൈവിടില്ല. ലോറി ഉണ്ടല്ലോ, നാളെ പടപടാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരും. ഓ അപ്പാപ്പ, ഞാൻ അറിയാതെ തെറി വിളിച്ചതാട്ടാ.